ഇന്ന് രാവിലെ 11:30 കൂടിയാണ് ആതിരയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഷീറ്റ് മേഞ്ഞ വീട്, ഈ വീടിനുള്ളിലാണ് മൃതദേഹം. ഇപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ആതിരയുടെ ഭർത്താവ് രാജീവ് ഏതാണ്ട് 20 വർഷത്തിലധികമായി തൊട്ട് സമീപത്ത് തന്നെയുള്ള ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്യുകയാണ്. ഇന്ന് രാവിലെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്കും വൈകിട്ട് 5 മണിക്കുമാണ് ക്ഷേത്രത്തിലേക്ക് രാജീവ് പോകുന്നത്. ഇന്നും ആ നിലയ്ക്ക് 5 മണിക്ക് ഈ കാണുന്ന ക്ഷേത്രം, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഠിനംകുളം പാടിക്കവിളാകം ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. ഈ വീടിന് തൊട്ട് ഓപ്പോസിറ്റായി തന്നെയാണ്, മറുവശത്താണ് ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. ഇവിടുത്തെ പൂജാരിക്ക് താമസിക്കുന്നതിന് വേണ്ടി അവർ നൽകിയിട്ടുള്ള വീടാണ്. രാജീവ് മൊഴി നൽകുകയാണ്. കഠിനംകുളം പോലീസ് സ്റ്റേഷനിലാണ് രാജീവ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴി നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ 8:30 മണിക്ക് 2ാം ക്ലാസ്സുകാരനായ മകന്, ഏക മകനാണ് ഇവർക്കുള്ളത്, 2ാം ക്ലാസ്സുകാരനായ മകനെ സ്കൂൾ വാനിൽ കയറ്റി വിട്ടു. ആ സമയത്ത് ആതിരയെ കണ്ട ആളുകളുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് പോയി. പിന്നീട് ഈ ഉച്ചയോടുകൂടി, ക്ഷേത്രത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞ് ഉച്ചയോടുകൂടി രാജീവ് വീട്ടിലെത്തുമ്പോഴാണ് മൃതദേഹം കണ്ടത്. ഇവരുടെ ഇരുചക്ര വാഹനമുണ്ട്, ആ വാഹനവും കാണാതായിട്ടുണ്ട്.